വികസന മുരടിപ്പും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും അലട്ടുമ്പോഴും ഒറ്റപ്പാലം അനങ്ങന്മല ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ സന്ദർശകരുടെ പ്രവാഹം. വനം വകുപ്പിന് കീഴിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഓണം അവധി ദിവസങ്ങളിൽ ലഭിച്ചത് 1,00,000-ലേറെ രൂപ. ഉത്രാടം ദിവസമായ സെപ്റ്റംബർ 14-ന് 8,210 രൂപയാണ് വരുമാനം. തിരുവോണ ദിവസമായ 15-ന് 22,000 രൂപയും അവിട്ടവും നബിദിനവും ഒരുമിച്ചെത്തിയ 16-ന് 25,360 രൂപയും ടിക്കറ്റിനത്തിൽ ലഭിച്ചു. 3 ദിവസം കൊണ്ട് ആകെ ലഭിച്ചത് 55,570 രൂപ. കുട്ടികൾ ഉൾപ്പെടെ 1,540 പേരാണ് 3 ദിവസത്തിനിടെ മല കണ്ടുമടങ്ങിയത്. പരിപാലനവും വികസന പദ്ധതികളും പരിമിതമായ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഓരോ വർഷവും വരുമാനം ലഭിക്കുന്നത് ഓണക്കാലങ്ങളിലാണ്. ഇവിടെയുള്ള ഈ എക്കോ ടൂറിസം പദ്ധതി ഒന്നുകൂടി വിപുലീകരിച്ച് കുറച്ചുകൂടി സേഫ്റ്റിയും മുൻനിർത്തി ആധുനികമായിട്ടുള്ള കുറച്ച് ടെക്നോളജികൾ ഉപയോഗിച്ച് എൻ്റർടൈനുള്ള പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പ്രദേശവാസികളെ മാത്രമല്ല പുറത്തുനിന്നുള്ള ആളുകളെയും നമുക്കിതിലേക്ക് ആകർഷിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഒറ്റപ്പാലം പ്രദേശത്ത് ഇതുപോലുള്ള 1-2 സംഗതികൾ മാത്രമാണ് ഉള്ളത്. കുട്ടികളുടെ പാർക്കും മലമുകളിലേക്കുള്ള ട്രക്കിങ്ങും മുകളിലത്തെ വ്യൂ പോയിന്റും വിശ്രമ കേന്ദ്രങ്ങളും ചെറിയ വെള്ളച്ചാട്ടവും കീഴൂരിലെ അക്വഡക്റ്റ് പാലവുമെല്ലാമാണ് അനങ്ങന്മല ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ ആകർഷണങ്ങൾ. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും വികസന പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടാൽ കൂടുതൽ സന്ദർശകരെ ആകർഷിക്കാനാകും. UTV ന്യൂസ്, പാലക്കാട്.